ഞാൻ കമന്റ് അടിച്ച് പിന്നെ കുറച്ച് കഴിയുമ്പോ എന്ത് കോപ്പിലെ പിടുത്താടാ നീ പിടിച്ചതെന്നാണ് ഞാൻ ചോദിച്ചല്ലേ. ആ പിടുത്തം ചോദ്യത്തിലാണ് ഞാനും ജോജു ഇന്നിങ്ങനെ അടുത്തിരിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. 10 വർഷമായി. അപ്പൊ അന്ന് ജോജു എന്നെ വിളിക്കുകയും പിന്നെ ഞാൻ സംസാരിക്കുകയും ചെയ്തു. അന്ന് ജോജു ഒരു ഗൗരവക്കാരനായിരുന്നു, ഇന്നത്തെ പോലെ നിഷ്കളങ്കനൊന്നും ആയിരുന്നില്ല, ഒരു ക്രൂരനായിരുന്നു. അവരോട് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അതായത് നമുക്ക് അങ്ങനെ പറയുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അവരോട് ഒരു വിമർശനം എന്നുള്ള രീതിയിൽ പറയുന്നതുകൊണ്ടോ നമുക്ക് എന്ത് ഗുണം മുഴുവൻ അവർക്കാണല്ലോ. അപ്പൊ ആ ഒരു വിഷയം എടുക്കാന്ന് കേട്ടു. അതെ, അത് മാത്രല്ല നമ്മളെന്ന് പറയുന്നത് അവരോട് നമുക്ക് വ്യക്തിപരമായിട്ട് ഒരു വിദ്വേഷം ഒന്നുമില്ല. അവരെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മളെ കുട്ടി ഒരു സൈക്കിൾ എടുത്ത് റോഡിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ കുട്ടിയോട് എന്താ പറയാ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. നീ ഇന്ന രീതിയിൽ മാത്രമേ പിന്നെ സൈക്കിൾ ഓട്ടാൻ പാടുള്ളൂ, വാഹനങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കണം, സൂക്ഷിച്ച് മാത്രമേ അപ്പുറത്തേക്ക് കടന്നു പോകാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നത് അവരോടുള്ള സ്നേഹം കൊണ്ട് അവര് നമ്മളിതൊന്നും വിചാരിച്ചിട്ടാണ്. പക്ഷെ അത് നമ്മൾ പറയുമ്പോൾ പല ആൾക്കാരും ഉൾക്കൊള്ളാറില്ല. അവര് വിചാരിക്കുന്നത് നമ്മൾ എന്തോ ഒരു വിദ്വേഷം വെച്ചിട്ടാണ് പറയുന്നത്. കാരണം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷമം ഉണ്ടാവും. ആ വിഷമം വരാതിരിക്കാനും അവരെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അവരോട് പറയുന്നത് നിങ്ങൾ നല്ല രീതിയിൽ നമ്മൾ ഫോളോ ചെയ്ത രീതിയിൽ തന്നെ പോകും. അത് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ രീതിയിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അപകടം വളരെ കുറവാണ്. അത്